Assalamualaikum. Hi all. My name is Resvia from Resvia's Kitchen. നമുക്ക് RKG നെയ്യ് യൂസ് ചെയ്തിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ചിക്കൻ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞുള്ളി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ണ് വെച്ച് പത്തിരിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ, എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അതുപോലെ തന്നെ നമുക്കതിലേക്കൊരു മധുരമായിട്ട് ഞാൻ തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു തരിക്കഞ്ഞി ഒന്ന് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് RKG നെയ്യിലാണ്, അതുകൊണ്ട് തന്നെ ടേസ്റ്റും കൂടും. ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കുഞ്ഞുള്ളി ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 kg ചിക്കനും അതുപോലെ തന്നെ 3/4 kg ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കൻക്ക് 3/4 കിലോന് ചെറിയ ഉള്ളി എന്നുള്ള രീതിയിലാണ് കേട്ടോ, അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മളൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് RKGയുടെ നെയ്യാണ് വേണ്ടത്. ഒരുപാട് കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു നെയ്യാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. അതുപോലെ തന്നെ ഏത് റെസിപ്പീസിലിട്ടാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ നിൽക്കും കേട്ടോ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെയ്യാണ് കേട്ടോ എനിക്ക് RKG നെയ്യ്. ഇനി അതിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മെൽറ്റായിട്ട് വന്നാൽ നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റിൽ അതൊന്ന് വഴന്ന് വന്നാൽ നമുക്കതിലേക്ക് ഒരു 3/4 കിലോന് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. ഉള്ളി ഒരു പകുതി വേവാവുന്നത് വരെ നമുക്ക് വഴറ്റിയിട്ട് എടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ വഴറ്റിയിട്ട് എടുത്താൽ മതി. ഇനി അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഏത് രീതിയിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് ടൈം എടുത്ത് ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കണേ. ഉള്ളി ഇപ്പോൾ അതാ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ടൈമിൽ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 kg ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് അത്യാവശ്യം എരിവുണ്ട്. ഇനി നമുക്ക് ഇത്രത്തോളം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കമ്മിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ആ മസാല ഒക്കെ നമ്മൾ ആ ഒരു ചില്ലി ഫ്ലെക്സും അതുപോലെ ഉപ്പ് നമ്മളിട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വെക്കണേ. അതിൽ നിന്ന് നമുക്ക് ഇതിൽ എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആ ചിക്കനിലുള്ള വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലാന്നെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വെള്ളം വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. കുറേശ്ശെ ഇങ്ങനെ വെള്ളം വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെക്കാം. ഇടയ്ക്കിങ്ങനെ മിക്സ് ചെയ്ത് ഏകദേശം 20 to 25 മിനിറ്റ് ഒന്ന് പിടിക്കും കേട്ടോ അതൊന്ന് കുക്കായിട്ട് വരാൻ. അപ്പോൾ അതാ ഏകദേശം ഈ ഒരു ചിക്കന് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. കണ്ടില്ലേ, അതിൽ നിറയെ വെള്ളം വന്നിട്ടുണ്ട്. ആ ചിക്കനിലുള്ള വെള്ളം മാത്രമാണ് ആ തള്ളി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം വെച്ച് മാത്രം നമുക്കിത് ചിക്കൻ വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചിക്കൻ കഴിക്കാൻ തന്നെ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ അതാ ഏകദേശം ഒരു 20 to 25 മിനിറ്റിൻ്റെ അടുത്തൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളം കുറേ കുറുകി വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം നമുക്കിതുപോലെ ഒന്ന് തുറന്നിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഉള്ളത് നമുക്കൊന്ന് അങ്ങ് വറ്റിച്ചിട്ടെടുക്കണേ. ഫ്ലെയിം മീഡിയത്തിലോ അല്ലെങ്കിൽ ഹൈയിലോ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ചിക്കൻ എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ചെറിയ ടൈപ്പുള്ള ചിക്കൻ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ആ ചിക്കൻ നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒട്ടും ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാണ്ട് ഈ ഒരു രീതിയിൽ വേണം ഇതാക്കിയെടുക്കാൻ കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ആക്കിയിട്ട് നമുക്ക് ഏതിലേക്കും സൈഡായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ കറിയായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ലാസ്റ്റ് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ നെയ്യും അതിലേക്ക് കുറച്ച് നെയ്യും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഈ ടൈമിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞുള്ളി ചിക്കനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേതിലേക്കും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കണ്ണ് വെച്ച പത്തിരിയാണ്. അപ്പോൾ ഈ ഒരു പത്തിരിയുടെ റെസിപ്പിയാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ട്രേ നോക്കിയിട്ട് എടുക്കുക. അതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് മൈദ വെച്ചിട്ടും ചെയ്തെടുക്കും, പക്ഷെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തെടുക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ നല്ലത്. അതിലേക്ക് നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 1 ടേബിൾ സ്പൂണ് 1/2 kg നെയ്യും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ നെയ്യും അതുപോലെ തന്നെ ആ ഉപ്പും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാണ്ട് കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കണേ. ഇതുപോലെ മിക്സ് ചെയ്ത് അങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. ഒന്നിച്ച് ഒരിക്കലും ഒഴിച്ചു കൊടുക്കുക. സാധാ പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചിലപ്പോൾ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ആ 1 കപ്പ് വെള്ളം ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ചില ഗോതമ്പ് പൊടിക്ക് അത്ര തന്നെ വെള്ളം വേണ്ടി വരില്ല, ചില ഗോതമ്പ് പൊടിക്ക് അത്യാവശ്യം വെള്ളം വേണ്ടി വരും. അപ്പോൾ ആ രീതിക്ക് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. നന്നായി സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു രീതിയിലാണ് നമ്മളിതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി നമുക്കൊരു 10 മിനിറ്റ് കേട്ടോ, വെറും 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളിതെങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം മുകൾ ഭാഗം ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറഞ്ഞ അളവിൽ. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ. ഒന്നുകൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കണ്ടില്ലേ. ഇതുപോലെ ആയിട്ട് വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഈക്വൽ പോർഷൻ ആക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു 6 പോർഷൻ ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള അത്യാവശ്യം ഒരു കണ്ടില്ലേ ഈ ഒരു സൈസിലാണ് നമ്മളിതൊന്ന് ആക്കിയിട്ട് എടുക്കുന്നത്. ഈ ഒരു സൈസാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നല്ല വലിപ്പം പാടില്ല, എന്നാലോ ചെറുതാവാനും പാടില്ല. ഒരു മീഡിയം സൈസ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇതൊന്ന് ആക്കിയിട്ട് എടുക്കാം. കണ്ടില്ലേ ഇത് ഈ ഒരു സൈസിൽ. അപ്പോൾ ഇതുപോലെ 6 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പരത്തിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ളൊരു പ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി പ്രസ് ഇല്ലാന്നുണ്ടെങ്കിൽ പരത്തിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ 2 സൈഡിൽ ഇതിനെ ഞാൻ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നൊരു ബൗൾസ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ടാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കട്ടെ. ജസ്റ്റ് ഇതുപോലെ അങ്ങ് വെച്ച് ഒന്നങ്ങ് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം വീണ്ടും അതൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് പരത്തിയെടുക്കണം. കുറച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണേ. ഇതുപോലെ പരത്തിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഫുള്ളായിട്ട് നെയ്യൊന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കാം. നെയ്യ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും ഇതുപോലെ ഒന്നങ്ങ് മടക്കിയിട്ടെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നും അതുപോലെ തന്നെ മടക്കി വെക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് സ്പ്രെഡാക്കി ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണേ. അതിന് ശേഷം താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ മുകളിലോട്ട് വെക്കുക. ആ ഭാഗത്ത് നിന്ന് ഇതുപോലെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നെയ്യ് ആ ഭാഗത്തൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം 2 ആ ഒരു മൂലകൾ ഇങ്ങനെ സെൻറ്ററിലോട്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈവച്ച് ഒന്നങ്ങ് പരത്തിയിട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് എന്ന് പറഞ്ഞ കേട്ടോ. ഈ ഒരു രീതിയിലാക്കിയെടുക്കുക. ഫ്രീ ആക്കി എടുക്കുന്നതിന് മുമ്പേ ഇതുപോലെ ഒന്ന് ആക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ജസ്റ്റ് ആ പ്രസ്സിൽ വെച്ചിട്ട് ഒന്നങ്ങ് പരത്തിയിട്ട് എടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സൈസിലാണ് കേട്ടോ നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ ആക്കിയെടുത്താൽ മതി, വല്ലാണ്ടങ്ങ് പരത്തിയെടുക്കരുത്.
കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലാണ് കണ്ടില്ലേ അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ഷേപ്പൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ചുട്ടെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെയാണ് ആക്കിയെടുക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കല്ലിൽ വെച്ചിട്ട് ഇന്ന് ചുട്ടെടുക്കുക എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി ചെയ്തെടുക്കാറ് പിറ്റേ ദിവസം മോർണിംഗിലേക്കൊക്കെയാണ് ഈ ഒരു കണ്ണ് വെച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ തലേ ദിവസം ഇതുപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കല്ലിൽ വെച്ച് തിരിച്ചും മറിച്ചും ഒന്ന് ചൂടാക്കിയിട്ട് വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം ജസ്റ്റ് എങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങ് എണ്ണയിലിട്ട് ഇട്ടിട്ട് അങ്ങ് ഫ്രീ ആക്കി എടുക്കാൻ ഭയങ്കര സുഖമായിരിക്കും. രാവിലെ നമ്മൾ ഈ ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഉണ്ടല്ലേ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇതുപോലെ. ഇനി നമ്മൾ ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നെയ്യിലാണ് കേട്ടോ അത് ഫുള്ളായിട്ട് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ വേണം നമ്മൾ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടും കൂടെ കിട്ടണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇതുപോലെ ഇട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങിയിട്ട് വരുള്ളൂ. അല്ലേ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്ലെയിം കുറച്ചിടാൻ പാടില്ല, അത്യാവശ്യം ഒരു ചൂടിൽ തന്നെ വേണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിച്ചോവും. ഇനി പതുക്കെ എടുത്തിട്ട് ഇതങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം ആക്കിയെടുക്കാം കേട്ടോ. 2 സൈഡും തിരിച്ചും മറിച്ചും ഒന്നങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതാ ഈ ഒരു കളറായിട്ട് വന്നാൽ നമുക്ക് അതിൽ നിന്ന് അങ്ങ് എടുക്കാം കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല പോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ മാത്രം മതി. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുഞ്ഞുള്ളി ചിക്കൻ്റെ ആ ഒരു റെസിപ്പി ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നല്ലതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കണ്ണ് വെച്ച പത്തിരിയും അതുപോലെ തന്നെ നമ്മുടെ ആ കുഞ്ഞുള്ളി ചിക്കനും കൂടി ഇതിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി റെസിപ്പിയും കൂടിയാണ്. ഇനി നമുക്ക് തരിക്കഞ്ഞി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് ചൂടാക്കിയതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1/2 kg നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായിട്ട് വരുന്നതോട് കൂടിയിട്ട് 1/4 കപ്പ് വേർമിസെല്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കണേ. എന്നിട്ട് നമുക്കിതുപോലെ കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി ആ ഒരു ബാക്കിയുള്ള നെയ്യിലോട്ട് നമുക്ക് 1/2 കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഒന്ന് റോസ്റ്റായിട്ട് വന്നാൽ അതും നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ആ ഒരു ജഗ്ഗിലേക്ക് തന്നെ നമുക്കൊരു 3/4 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി പാലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലിപ്പോൾ ഇതാ തിളച്ച് വരാറായിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് കണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വന്നു കണ്ടാൽ നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വേർമിസെല്ലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ വേർമിസെല്ലി ഒന്ന് കുക്കാവുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേർമിസെല്ലിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇത് തിളക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കയ്യിൽ റവയും അതുപോലെ തന്നെ ഒരു കൈ ഇതുപോലെ ഇളക്കിയിട്ടും വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ ചിലപ്പം പെട്ടെന്ന് അങ്ങ് കട്ട കുത്തി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിതുപോലെ ഇളക്കി വേണം വേവിച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിച്ചു പോകും. അതുകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുക. അപ്പോൾ റവക്ക് ഏകദേശം ഇതുപോലെ ഒന്ന് വേവായിട്ട് ഇങ്ങനെ കണ്ടില്ലേ ഈ ഒരു തിക്കായി വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് ടേസ്റ്റിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഈ ഒരു ടൈമിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ചൂടാവാനായിട്ട് വെക്കരുത് കേട്ടോ. എത്രയും മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ക്യാഷ്യും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂണ് നമുക്ക് ക്യാഷ്യൂ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തന്നെ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു തരിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരാറായില്ലേ, ആ ഒരു ടൈമിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. RKG നെയ്യ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ വെറൈറ്റി റെസിപ്പീസ് ഇനിയും കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ RKG ഗീ സ്റ്റോറി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതിലൊരുപാട് വെറൈറ്റി റെസിപ്പീസുകളുണ്ട്. അപ്പോൾ ബൈ ഫ്രം റെസ്ഫീസ് കിച്ചൺ.